ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ചാപ്റ്റർ 3-യിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാം. മാർക്കറ്റ് എന്താണെന്ന് പഠിക്കുക നിർബന്ധമായിട്ടും, അതുപോലെ മാർക്കറ്റും ഇതാണ് ഇതിൽ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ളത് കേട്ടോ. മാർക്കറ്റ് എന്താണെന്നുള്ളത് 3 മാർക്സിന് ചോദിക്കാം. കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്. അതിൽ ഇങ്ങനെ തന്നെ വരച്ച് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ച് അത് എഴുതുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇത് പഠിക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതിലത്തെ എല്ലാ കാര്യവും വന്നു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്സേ പഠിക്കുകയാണെന്ന് വെച്ചാൽ 3 മാർക്സിനും 6 മാർക്സിനും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചോളുക. അതാണ് ആദ്യത്തെ എസ്സേയുടെ പോർഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നോർമൽ പ്രോഫിറ്റും സൂപ്പർ നോർമൽ പ്രോഫിറ്റും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പഠിക്കേണ്ടത് മൊണോപ്പൊളി, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളി. ഈ 3 മൊണോപ്പൊളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പഠിച്ചോളുക. പിന്നെ ഗ്രാഫായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ടാണ് മൊണോപ്പൊളിയിൽ വരുന്നത്. അപ്പോൾ അത് വരച്ച് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് മൊണോപ്പൊളി, ഇത് രണ്ടും പഠിക്കുക. ഈ ഡിഫറൻസുകൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളി. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. മൊണോപ്പൊളിസ്റ്റിക് എന്താണെന്ന് പഠിക്കുക, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, അത്രയും കാര്യങ്ങൾ ഫീച്ചേഴ്സും. പിന്നെ അതിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയാണ് അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ടത്. പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനിൽ ഷോർട്ട് റണ്ണ് ചിത്രം വരച്ച് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്ത ആളുകൾ അതിന് വേണ്ടി മെനക്കെടണ്ട. ലോങ് റണ്ണും ഷോർട്ട് റണ്ണും മൊണോപ്പൊളിസ്റ്റിക്കിലത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് പഠിക്കുക. അതിൻ്റെ ഈവിൾസ് എന്താണെന്നുള്ളതും ഈ ഡിഫറൻസും സിമിലാരിറ്റി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ സിമിലാരിറ്റി ഡിഫറൻസുകളൊക്കെ നോട്ട് ചെയ്ത് അതൊക്കെ പഠിക്കേണ്ടതാണ്. ഒളിഗോപ്പൊളി പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ്. കാരണം ആ എസ്സേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് പഠിക്കാൻ ഈ ചാപ്റ്റർ തന്നെയാണ്, ഓരോ പോയിന്റുകളാണ്. ഇതിൻ്റെ മാത്രം ഒളിഗോപ്പൊളിയുടെ ക്ലാസിഫിക്കേഷൻ വയ്ക്കാം. ഇത് ഞാൻ നിർബന്ധമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിങ്ഡ് ഡിമാൻഡ് കർവ്, ഈ ഒരു അണ്ടർ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിങ് എന്ന പ്രൈസ് റിജിഡിറ്റി ചോദിക്കാം, കിങ്ഡ് ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. അതെന്താണെന്നുള്ളത് പഠിച്ചോളുക. പിന്നെ പ്രൈസ് റിജിഡിറ്റിയുടെ റീസൺ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രൈസ് ലീഡർഷിപ്പ് എന്താണെന്ന് എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിലൊരു ഗ്രാഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ലീഡർഷിപ്പ് ഡോമിനൻ്റ് ഫേമും ലോ കോസ്റ്റ് ഫേമും. പറ്റുന്നവർ മാത്രം ഈ 2 കാര്യങ്ങൾ ഈ വരയ്ക്കേണ്ടതൊക്കെ പഠിച്ചാൽ മതി. ബാക്കി ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമീസ് ഓഫ് സ്കെയിൽ, അതിൽ ഇൻറ്റേർണലും എക്സ്റ്റേണൽ എക്കണോമീസും. അത് ഫുള്ള് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എക്കണോമീസ് ഓഫ് സ്കെയിലും ഉണ്ട്, ഡിസെക്കണോമീസും ഉണ്ട്. രണ്ടിലും ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ട്. അത് കംപ്ലീറ്റ് പഠിച്ചോളുക. അതിന് സാധ്യത വളരെ കൂടുതലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താണ് ഗെയിം തിയറി എന്നുള്ളത് ഒരു 3 മാർക്സിനൊക്കെ പ്രതീക്ഷിക്കാം. ഗെയിം തിയറി എന്താണെന്നുള്ളത്, അല്ലാണ്ട് ബാക്കി ഗെയിം തിയറിയിൽ ഈ നാഷ് ഇക്വിലിബ്രിയം ഒന്ന് നോക്കിക്കോ, അത്രയും അവിടെ പ്രാധാന്യം എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓൾറെഡി പറഞ്ഞു. ആ ഡിഫറൻസ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടീഷൻസ്, ഷട്ട് ഡൗൺ പോയിന്റ് എന്താണെന്ന് നോട്ട് ചെയ്തോളൂ. മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് എന്താ അസംഷൻസ്, ഇംപെർഫെക്റ്റ്, ഇതൊക്കെ എസ്സേ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ഒളിഗോപ്പൊളി എന്തായാലും നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്സും ഫീച്ചേഴ്സും, കിങ്ഡ് ഡിമാൻഡ് കർവ്, പ്രൈസ് ലീഡർഷിപ്പ്. ഈ എക്കണോമീസ് നന്നായിട്ട് പഠിക്കുക. കാരണം അതിനൊരു സാധ്യത ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നല്ലൊരു എസ്സേക്ക് വരാനുള്ള സാധ്യത. ഒന്ന് അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ആവാം, ഏതെങ്കിലും ഒരു മാർക്കറ്റും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്കണോമീസിൻ്റെ ക്വസ്റ്റ്യനും ആവാം. ഗെയിം തിയറി എന്താണെന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് സെക്ഷൻ ബിയിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. മാർക്കറ്റ് സ്ട്രക്ചർ തന്നെയാണ്. കൺസെപ്റ്റ് ചോദിച്ചത് നോർമൽ പ്രൈസും മാർക്കറ്റ് പ്രൈസും. ഇതൊന്നും അത്രയ്ക്ക് എഴുതാനൊന്നുമില്ല. ഇതിൽ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് മൊണോപ്പൊളി പഠിക്കുക. ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ഇതെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. വേസ്റ്റേജ് ഉദ്ദേശിച്ച് ഡീമെറിറ്റ് ആണ് കേട്ടോ. ഈ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് റിജിഡിറ്റിയും ലീഡർഷിപ്പും ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഡിഫറൻസുകൾ, അത്രമാത്രം. ഗെയിം തിയറി വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം തിയറി എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എസ്സേയിലേക്ക് നോക്കുമ്പം ഇവിടെ 8 എസ്സേ ആണ് ഈ ഒരു ചാപ്റ്റർ. അപ്പം ഇതിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ഷോർട്ട് റണ്ണും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഷോർട്ട് റണ്ണാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷനിൽ ലോങ് റണ്ണ് ചോദിച്ചിട്ടുണ്ട് പെർഫെക്റ്റിൽ. അപ്പോൾ പെർഫെക്റ്റിലത്തെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും പറ്റുന്നവർ നോക്കുക, അത്ര മാത്രമേ പറയുള്ളൂ. മൊണോപ്പൊളി വരുന്നുണ്ട്,
അതിൻ്റെ ഡയഗ്രാമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞു ഷോർട്ട് റണ്ണും ലോങ് റണ്ണും അത് നോക്കുക. മൊണോപോളിസ്റ്റിക്കിൽ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇക്വിലിബ്രിയവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരച്ചെഴുതാൻ പറ്റുന്നത്, കാരണം ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതും മൊണോപ്പൊളിയെ റിലേറ്റ് ചെയ്തുള്ളത് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. 2 എസ്സേ ക്വസ്റ്റ്യനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത്. മൊണോപ്പൊളിയോ മൊണോപ്പൊളിസ്റ്റിക്കോ പെർഫെക്റ്റോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ, അല്ലെങ്കിൽ ഈ ഇൻറ്റേർണൽ എക്കണോമീസ് എക്സ്റ്റേണലും അതിൻ്റെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്ന് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോയിന്റുകളെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചു പോണ ആളുകൾ, പിന്നെ ഞാൻ പറയണു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ളത് എല്ലാം ഒന്നും പഠിക്കാൻ ഒന്നും നിൽക്കണ്ട. ഓരോ ക്വസ്റ്റിലും ഞാനിപ്പോൾ എടുത്തു പറഞ്ഞു എന്ത് പഠിക്കണം എന്നുള്ളത്. അത് മാത്രം പഠിക്കുക, അതും പറ്റുന്നവർ മാത്രം അത് പഠിക്കുക. അല്ലാത്ത ആൾക്കാർ സമയം കളയണ്ട. ബാക്കി ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ.